വി അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് കാണാതായ വ്യാപാരിയുടെയും എടവണ്ണയിൽ വെടിയേറ്റു മരിച്ച യുവാവിന്റെയും ബന്ധുക്കൾ പോലീസിനെതിരെ രംഗത്ത്. വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനം. പോലീസിൽ വിശ്വാസമില്ല എന്നായിരുന്നു എടവണ്ണയിൽ കൊല്ലപ്പെട്ട റിദാന്റെ ബന്ധുക്കളുടെ പ്രതികരണം. വ്യവസായി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിലും എടവണ്ണ സ്വദേശി റിദാൻ ബാസിൽ വെടിയേറ്റ് മരിച്ചതിലും സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ടെന്നായിരുന്നു പി വി അൻവറിന്റെ ആരോപണം. രണ്ടിലും പോലീസിന് പങ്കുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു. റിദാൻ ബാസിൽ കൊല്ലപ്പെട്ട കേസിലെ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും കേസ് CBIക്ക് വിടണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഈ പോയ എന്റെ മകനെ അവർക്ക് തിരിച്ചു തരാൻ കഴിയുമോ? ഇതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. CBI അന്വേഷിക്കണം. പോലീസിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടുകൂടി നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ CBI അന്വേഷിക്കണം അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്തായാലും ഞങ്ങൾ പരാതിയുമായി നീങ്ങും. 2023 ഏപ്രിൽ 22-നാണ് റിദാൻ ബാസിലിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 2023 ഓഗസ്റ്റ് 21-നാണ് മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതാവുന്നത്. എന്നാൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പി വി അൻവർ MLAയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. ഈ മാമി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല. ഇതിന് കേരള പോലീസിനെ ഏതോ ബാഹ്യശക്തി കേരള പോലീസിനെ സ്വാധീനിക്കുന്നു. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സമരത്തിനൊരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി. 24 മലപ്പുറം.